ഒരു ദിവസം അഷ്മിത അവളുടെ വീട് ക്ലീൻ ചെയ്യുകയായിരുന്നു. അപ്പോഴവൾക്ക് ഒരു പഴയ ഡയറി കിട്ടി. അഷ്മിത ആ ഡയറി പഠിച്ചപ്പോൾ അവൾ അതിശയപ്പെട്ടു. അവൾ അത് എടുത്തിട്ട് അവളുടെ ഫ്രണ്ടിനെ രീതിയെ കാണാൻ പോയി. അപ്പോഴവൾ പറഞ്ഞു, അല്ല, ഇവിടെ നോക്കൂ, എനിക്ക് എന്താണ് കിട്ടിയതെന്ന്. നിനക്കറിയാമോ, ഡയറിയിൽ ഒരു ഡെഡ്ലി ഗെയിമിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഏത് ഗെയിം? മിഡ് നൈറ്റ് മാനിന്റെ ഹോണ്ടർ ഗെയിം. അങ്ങനെയാണെങ്കിൽ എന്താണത്? നിൽക്ക്, ഞാൻ അത് പഠിച്ച് നിനക്ക് മനസ്സിലാക്കി തരാം. വളരെ കാലമായി മിഡ് നൈറ്റ് മാൻ ജനങ്ങളുടെ ജീവൻ കുടിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഈ ഗെയിമിന്റെ പേര് മിഡ് നൈറ്റ് മാൻ. എന്തുകൊണ്ടാണെന്ന് അങ്ങനെയെന്ന് വെച്ചാൽ ഈ ഗെയിം രാത്രി 12 മണിക്ക് മുകളിൽ കളിക്കുന്ന ഗെയിമാണ്. ഈ കളിയുടെ രീതികൾ വളരെ എളുപ്പമാണ്. ഒരു ബ്ലാങ്ക് പേപ്പറിൽ കളിക്കുന്ന ആൾ തന്റെ പേരെഴുതി അതിൽ തന്റെ രക്തത്തുള്ളി അവൻ ഒഴിക്കണം. അതിനുശേഷം വീട്ടിലെ കതവിൽ 22 പ്രാവശ്യം ടപ്പ് ടപ്പ് എന്ന് തട്ടണം. എന്നിട്ട് ആ കളിക്കുന്ന ആൾ മെഴുകുവർത്തി കത്തിച്ചു വെക്കണം. പിന്നെ ആരോടൊപ്പം വേണമെങ്കിലും ഈ രക്തക്കളി കളിക്കാം. വിശ്വസിക്കേണ്ടത് എന്തെന്നാൽ 22 പ്രാവശ്യം കതക് തട്ടുന്നതിന് മുമ്പ് മിഡ് നൈറ്റ് മാൻ ആ വീട്ടിനകത്ത് ഹാജരാകും. ഇതിനുശേഷം കളിക്കുന്ന ആ ആൾ വീട് മുഴുവൻ ചുറ്റിക്കൊണ്ടേയിരിക്കണം. ഒരുപക്ഷെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മെഴുകുവർത്തി അണഞ്ഞു പോയാൽ പിന്നെ വീണ്ടും ആ മെഴുകുവർത്തി 10 നിമിഷത്തിനകം അവൻ കത്തിച്ചു വെക്കണം. ഒരുപക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് അവനെ കൊണ്ട് കത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ മനുഷ്യൻ അലറുന്ന ശബ്ദം മാത്രമേ കേൾക്കൂ. വേറെ ഒന്നുമില്ല. നിമിഷത്തിനകം അവൻ മരിച്ചു പോകും. ഇങ്ങനെയൊക്കെ ഒരു ഗെയിം ഉണ്ടാകുമോ? ഇതൊക്കെ വെറുതെ പറയുന്നതാ. എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണും. ഞാനാണോ ഈ ഗെയിം കണ്ടുപിടിച്ചത്? എനിക്ക് തോന്നുന്നു ഈ ഗെയിം ഒരു സാങ്കല്പികമായിരിക്കുമെന്ന്. ആരെങ്കിലും പേടിപ്പിക്കാൻ വേണ്ടി ഈ ഗെയിം ഉണ്ടാക്കിയിരിക്കും. എനിക്കും അങ്ങനെയാ തോന്നുന്നേ. പക്ഷെ ഈ കളിയെ കുറിച്ച് ഞാൻ വായിച്ചതിന് ശേഷം ഞാൻ ഒരുപാട് എക്സൈറ്റ്മെന്റ് ആണ്. അങ്ങനെയാണോ? നിൽക്ക്, ഞാൻ അത് നിനക്ക് പറയാം. ദ മിഡ് നൈറ്റ് മാൻ ഗെയിം. ഇത് കളിയല്ല, ഇതൊരു ഭയങ്കരമായ സംഭവമാണ്. ഈ കഥയുടെ ആരംഭം 1910-ലാണ്. യൂറോപ്പിന്റെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു വലിയ കുടുംബമുണ്ടായിരുന്നു, ലൂസിഫർ കുടുംബം. ഈ കുടുംബം ആ ഗ്രാമത്തിലെ വലിയ ധനികനായ കുടുംബമാണ്. ഗ്രാമം മുഴുവൻ അവരുടെ കൺട്രോളിലായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ അവരെ കണ്ടതും കൈകുപ്പി വണങ്ങും. ലൂസിഫർ ഫാമിലിയുടെ തലവനാരെന്ന് വെച്ചാൽ ലൂസിഫർ. അദ്ദേഹത്തിന് അഹങ്കാരിയായ മകന്മാർ 3 പേരുണ്ടായിരുന്നു. അവന്മാർ 3 പേരും പിശാചുകളെ പോലെയാണ്. ഗ്രാമത്തിലെ ജനങ്ങൾ ഒരു ചെറിയ തെറ്റ് ചെയ്താലും വളരെ വലുതായി ഇവന്മാർ ആക്രമിക്കും. ഒരുപക്ഷെ ഇത് തന്നെ കാരണമായിരിക്കും ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ഇവരെ കണ്ട് പേടിക്കാൻ. ഈ ഗ്രാമത്തിലാണ് ഒരു വയസ്സായ അപ്പൂപ്പൻ തന്റെ മകനോടൊപ്പം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് ആരും തന്നെ ഇല്ലായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് തനിച്ച് നടന്നു പോകാൻ പോലും പറ്റില്ല. അദ്ദേഹം എപ്പോഴും കിടക്കയിലായിരിക്കും. അദ്ദേഹത്തിന്റെ മകനായിരുന്നു അദ്ദേഹത്തിന്റെ ഒരേ ഒരു തുണ. അദ്ദേഹത്തിന്റെ മകൻ അവരുടെ ചെറിയ സ്ഥലത്തിൽ പൂച്ചെടികൾ വളർത്തിരുന്നു. പിന്നെ ദിവസവും ആ പൂക്കളെ നഗരത്തിൽ കൊണ്ടുപോയി വിൽക്കാൻ പോകും. ഇങ്ങനെയാണ് അവർ കുടുംബം നടത്തിയിരുന്നത്. അച്ഛാ, ഞാൻ ഗുളിക കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിങ്ങൾ കഴിക്കൂ. ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ എത്തും. ശരി മോനെ, നീ ജാഗ്രതയായിട്ട് തിരിച്ചു വരണേ. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ ലൂസിഫർ ഫാമിലി വളരെ ദേഷ്യത്തോടെ ജനങ്ങളെ അടിച്ചുകൊണ്ടിരുന്നു. പറയൂ പറയൂ, ആരാണ് കട്ടത്? ഞങ്ങളുടെ കുടുംബ മോതിരം ആരാണ് കട്ടത്? ഇപ്പൊ നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അടിച്ച് നിങ്ങളുടെ തോലൊക്കെ ഞാൻ ഉരിച്ചളിയും. ലൂസിഫറിന്റെ 3 പുത്രന്മാരും പാവപ്പെട്ട ജനങ്ങളെ കയറുകൊണ്ട് അടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിലും മോതിരത്തെ കുറിച്ച് യാതൊരു അറിയിപ്പും കിട്ടിയില്ല. ഇപ്പൊ ബാക്കിയുള്ളത് ആ കിഴവനും അവന്റെ മകനും മാത്രമാണ്. എന്നാ അവന്മാരായിരിക്കും നമ്മുടെ മോതിരം മോഷണം ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ 3 പേരും പോയി ഉടനെ ആ 2 പേരും കൊണ്ടുപോവാ. ലൂസിഫറിന്റെ 3 പുത്രന്മാരും ആ വയസ്സായ ആളെ വലിച്ചിഴുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പറയൂ, ഞങ്ങളുടെ കുടുംബ മോതിരം എവിടെയുണ്ട്? എനിക്കൊന്നും അറിയില്ല. അങ്ങനെയാണോ? നിനക്കൊന്നും അറിയില്ലേ? നീ പറയുന്ന കള്ളന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്റെ മകൻ നഗരത്തിൽ പോയതാണ്. എന്നാ തീർച്ചയായിട്ടും അവന്റെ കയ്യിലാണ് മോതിരം ഉണ്ടാവുക. ഞങ്ങളുടെ മോതിരം വിൽക്കാൻ വേണ്ടി അവൻ പോയതാണല്ലേ? ലൂസിഫർ ആണയിട്ടത് കൊണ്ട് ആ 3 പുത്രന്മാരും ആ വയസ്സായ ആളെ ഇട്ടടിച്ചു. ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നെ വിട്ടേക്ക്, എനിക്ക് സുഖമില്ല. അടി വാങ്ങി വാങ്ങി ആ വലിയ ആൾ അവിടെ തന്നെ മയങ്ങി വീണു. വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രൻ തിരിച്ചു വന്നു.
തോട്ടത്തിലുണ്ടായിരുന്നവരൊക്കെ അവനോട് പറഞ്ഞു, അതായത് ലൂസിഫറിന്റെ ഫാമിലി അവന്റെ അച്ഛനെ വലിച്ചെടുത്തു കൊണ്ടുപോയെന്ന്. പാവം അവൻ ഓടി ലൂസിഫറിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. അച്ഛാ, അച്ഛാ, അച്ഛാ! അതിനു മുൻപേ തന്നെ അവന്റെ അച്ഛനെ അവൻ കാണുന്നതിന് മുൻപേ തന്നെ ലൂസിഫറിന്റെ പുത്രന്മാർ അവനെ തടുത്തു നിർത്തി. എന്നിട്ട് അവനെ അടിക്കാൻ തുടങ്ങി. അവൻ പാവം അച്ഛാ 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 എന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. നിന്റെ അച്ഛനെ നീ ജീവനോടെ കാണണമെങ്കിൽ അപ്പൊ നിന്റെ കുറ്റം നീ സമ്മതിക്കണം. നീ ഞങ്ങളുടെ കുടുംബ മോതിരം കട്ടെന്ന് നീ സമ്മതിക്കേ. പക്ഷെ ഞാൻ അതുപോലെ ഒന്നും ചെയ്തില്ല, ഞാൻ കട്ടിട്ടുമില്ല. നീ കള്ളം പറയാണ്. അവന്റെ തന്തേനെ പിടിച്ച് അടിക്ക്. പാവം അവൻ ഒരു തെറ്റും ചെയ്തില്ല. പക്ഷെ അവൻ തന്റെ അച്ഛന്റെ മേലിൽ ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. അവന്റെ അച്ഛൻ അടി വാങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെടാനായി അവൻ ഒരുപാട് ശ്രമിച്ചു. അതെ, ഞാനാണ് നിങ്ങളുടെ കുടുംബ മോതിരം വിറ്റത്. ഞാൻ നഗരം കൊണ്ടുപോയി വിറ്റതാണ്. എന്റെ അച്ഛനെ വിട്ടേക്ക്. എന്റെ അച്ഛനെ വിടണം. അവർക്ക് പകരം എന്നെ അടിച്ചോളൂ. എന്റെ അച്ഛനെ വിട്ടേക്ക്. എന്റെ അച്ഛനെ വിട്ടേക്ക്. അത് കേട്ട് ലൂസിഫറിന്റെ പുത്രന്മാർ 3 പേരും അവനെ വീണ്ടും അടിച്ചു. വീണ്ടും അവനെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. നിർത്തൂ. നീ എന്ന് നിന്റെ കുറ്റം നീ സമ്മതിച്ചോ, അതിനുള്ള ശിക്ഷ നിനക്ക് തീർച്ചയായിട്ടും കിട്ടും. ലൂസിഫറിന്റെ 3 പുത്രന്മാരും അവനെ വലിച്ചെടുത്ത് നിലവറയിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവിടെ അവന്റെ മുന്നിൽ ഒരു ബ്ലാങ്ക് പേപ്പർ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ആ പേപ്പറിൽ നിന്റെ പേരെഴുത്. പാവം ആ പയ്യൻ തന്റെ രക്തം പടിഞ്ഞ കൈ കൊണ്ട് അതിൽ തന്റെ പേരെഴുതി. അപ്പോഴാണ് ലൂസിഫറിന്റെ ഒരു മകൻ കത്തി കൊണ്ട് അവന്റെ തല മുറിച്ചിട്ടു. അവന്റെ രക്തത്തുളികൾ ആ ബ്ലാങ്ക് പേപ്പറിന്റെ മേലിൽ വീണു. എന്നിട്ട് അവൻ അവിടെ തന്നെ മരിച്ചുപോയി. ആ വയസ്സായ ആൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം തന്റെ മകന്റെ ഈ അവസ്ഥയാണ് കണ്ടത്. എന്റെ മോനെ നിങ്ങൾ 4 പേരും ചേർന്ന് കൊന്നു. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളുടെ കുടുംബമൊക്കെ പറയുന്നത് പോലെ ഒന്നും ആവാതെ നാശമായിട്ട് പോവും. ആ കുടുംബം ഒന്നും ഇല്ലാത്ത പോലെ ഞാൻ എന്റെ ശാപമാണ്. നിങ്ങൾ എല്ലാരും വേഗം മരിച്ചു പോവൂ. ഇത് പറഞ്ഞിട്ട് ആ വയസ്സായ ആളും അവിടെ തന്നെ മരിച്ചുപോയി. പറയുന്നു, ആ വയസ്സായ ആൾ മരിച്ച കുറച്ചു ദിവസത്തിനകം തന്നെ ലൂസിഫറും അവന്റെ കുടുംബത്തിലുള്ളവരും ചടലമായി കിടന്നെന്ന്. എല്ലാവരുടെ തലയും വെട്ടപ്പെട്ടിരുന്നു. ആരും തന്നെ ജീവിച്ചിരിപ്പില്ല. ആ വയസ്സായ ആളിന്റെ ശാപം നിറവേറി. ഈ സംഭവം നടന്ന് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം 2 കൂട്ടുകാരുണ്ടായിരുന്നു. അവർക്ക് മരിച്ച ആത്മാക്കളുടെ ശക്തി തൂണ്ടി നോക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ മിഡ്നൈറ്റ് മാനിനെ വിളിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാൻ തീരുമാനിച്ചു. ശരിയായിട്ട് ഇതേ രീതിയിൽ അവർ 2 പേരും അവരുടെ പേര് പേപ്പറിൽ എഴുതി. അതിൽ അവരുടെ രക്തത്തുളികൾ ഒഴിച്ചു. എന്നിട്ട് കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കതക് തട്ടുന്ന ശബ്ദം കേട്ടു. നിർത്താതെ ആ വീട്ടിന്റെ കതക് തട്ടിക്കൊണ്ടേയിരുന്നു. അവർ 2 പേരും പേടിച്ചു പോയി. 22ാമത്തെ പ്രാവശ്യം തട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് അവരുടെ മെഴുകുവർത്തി അണഞ്ഞുപോയി. അവരുടെ മുൻപിൽ ആത്മാവ് വന്നു നിന്നു, ദ മിഡ്നൈറ്റ് മാൻ. അതിനുശേഷം അവർ 2 പേരുടെ ശവങ്ങളാണ് കിട്ടിയത്. ഇപ്പോൾ പറ, ഈ കഥ സാങ്കല്പികമാണോ? അയ്യോ, ഈ ഗെയിം കേൾക്കാൻ തന്നെ പേടി തോന്നുന്നു. പിന്നെ ഇവിടെ നോക്ക്, എന്റിൽ എന്താ എഴുതിയിരിക്കുന്നെന്ന്. എന്താ? അറിയാതെ പോലും ഈ ഗെയിം നിങ്ങൾ ശ്രമിക്കാൻ പാടില്ല. അഷ്മിത, ഇതിൽ എന്താണ് ഗ്യാരണ്ടി ഉള്ളത്? ഇതിൽ എഴുതിയിട്ടുള്ളതൊക്കെ സത്യമാണെന്ന്? ഇത് വെറും ഒരു കഥയായിരുന്നാൽ ഞാനിത് വിശ്വസിക്കുന്നു. നിനക്കതിൽ വിശ്വാസമില്ലെങ്കിൽ നീ ട്രൈ ചെയ്തു നോക്ക്. പക്ഷെ ഞാൻ നിന്നെ സഹായിക്കില്ല. ഞാൻ പോകുന്നു എന്റെ വീട്ടിലേക്ക്. അഷ്മിത വീണ്ടും അവളുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. പക്ഷെ റീത്ത വളരെ കൺഫ്യൂസ്ഡിലായിരുന്നു. യഥാർത്ഥത്തിൽ മിഡ്നൈറ്റ് മാൻ കാണുമോ? ഇതൊക്കെ നേരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നൂണ, ഇതൊക്കെ കള്ളമായിരിക്കും. കള്ളത്തരം. നമുക്കൊന്ന് ചെയ്യാം. ഈ ഗെയിം ട്രൈ ചെയ്ത് സത്യമാണോന്ന് നോക്കാം. സത്യമാണോ കള്ളമാണോന്ന് മനസ്സിലാക്കാം. റീത്ത ഒരു ബ്ലാങ്ക് പേപ്പർ എടുത്ത് അതിൽ അവളുടെ പേര് എഴുതാനും തുടങ്ങി. പിന്നെന്താ, ഒരേ ഒരു തുള്ളി രക്തം ഇടണം. പിന്നെ റീത്ത അവളുടെ ഒരു പൊടി ചോര അതിലിട്ടു. അത് ചെയ്തതിനു ശേഷം അവളുടെ വീട് തന്നെ നിശബ്ദമായി എന്തോ മാറാൻ തുടങ്ങി. വീട്ടിന്റെ ജനലും കഥവും ഒക്കെ ശബ്ദമാവാൻ തുടങ്ങി. അവൾ ഇവിടെ എവിടെയും നോക്കാൻ തുടങ്ങി. അപ്പോൾ അവൾ കൺമുമ്പ് എത്തിയതാണ് മിഡ്നൈറ്റ് മാൻ. അടുത്ത ദിവസം തന്നെ അഷ്മിത റീത്തയുടെ ശരീരമാണ് കണ്ടത്. പിന്നെ അവൾക്ക് അത് മനസ്സിലായി. ഒരുപക്ഷെ ഈ കളിയെക്കുറിച്ച് നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ജീവിച്ചുണ്ടായിരിക്കുമായിരുന്നു.
റീത്ത അവളുടെ ജീവിതം അവിടുന്ന് അവസാനിപ്പിച്ചു. അതും ഒരു കളി കൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. ആ ഡയറിയിൽ എഴുതിയത് സത്യമാണ്. അറിയാതെ പോലും ഇതുപോലെ കളി നിങ്ങൾ ചെയ്യാൻ പാടില്ല.